ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഷോർട്ട് ആൻഡ് മാത്ത് എന്ന് പറഞ്ഞ 7ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 99-ലും 101-ലും 102-ലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 99ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നൗ യു ക്യാൻ ട്രൈ ടു കാൽക്കുലേറ്റ് ദീസ് മെൻ്റലി, അതായത് മനക്കണക്കായിട്ട് താഴെ തന്നിട്ടുള്ള കണക്കുകൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 136 + 29 - 19 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 136ക്ക് 29 ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 19 കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇത് x+y - z എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അതിനെ നമുക്ക് x+y - z എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. y - z, അതായത് 29 - 19 ആദ്യം കാണാം, എന്നിട്ട് അത് എക്സ്ക്ക് കൂട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 136 + 29 - 19 അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റിലുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ 29 - 19 കുറച്ചാൽ എത്രയാണ്? 10 എന്ന് കിട്ടും. 136 + 10 എന്ന് എഴുതാം. ഈ 136ഉം 10ഉം കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 146 അല്ലേ. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3/1/2 + 5/3/4 - 2/1/4. ഇതിപ്പോൾ ഏത് രൂപത്തിലാണ്? x+y - z എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? x+y - z എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 3/1/2 പ്ലസ് പിന്നെ ബ്രാക്കറ്റിൽ 5/3/4 - 2/1/4 എന്ന് എഴുതാം അല്ലേ. ഇനി ആദ്യം നമ്മൾ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം, എന്നിട്ട് അതിലേക്ക് 3/1/2 കൂട്ടുകയാണ് വേണ്ടത്. 5/4 2/4 കുറച്ചാൽ എത്രയാണ്? 5 2 കുറച്ചാൽ എത്രയാണ്? 3 അല്ലേ. 3/4 4 കുറച്ചാലോ അരിയാവും. അപ്പോൾ 3.5 കിട്ടും. ബ്രാക്കറ്റിലുള്ളത് 3.5 എന്നാവും. അപ്പോൾ 3.5 + 3.5, 3.5 3.5 കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 3 3 കൂട്ടിയാൽ 6 ആണ്. അരിയും കൂട്ടിയാൽ 1 ആണ്. അപ്പോൾ എത്രയായി? 7 ആയി അല്ലേ. അപ്പോൾ ആൻസർ നമുക്ക് 7 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 298 + 14.5 - 12.5. ഇതും ഏത് രൂപത്തിലാണ്? x+y - z എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അതിന് നമുക്ക് എങ്ങനെ മാറ്റാം? x+y - z എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? 298 പിന്നെ ബ്രാക്കറ്റിൽ 14.5 - 12.5 എന്ന് എഴുതാം. ഇനി ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക. ബ്രാക്കറ്റിൽ എന്താണ്? 14.5 നിന്ന് 12.5 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 2 എന്ന് കിട്ടും അല്ലേ. ഇനി എന്താ ചെയ്യുക? ആ 298ക്ക് 2 കൂട്ടുക അല്ലേ. അപ്പോൾ 298 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി അടുത്ത ദിവസം നോക്കൂ. 23 + 35 - 18 എന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ്റെ ആ സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു രൂപത്തിലാണുള്ളത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് ഹാഫിലുള്ള രൂപത്തേക്ക് മാറ്റി എഴുതി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 23 + 35 എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതുക, എന്നിട്ട് -18 എന്നുള്ളത് ബ്രാക്കറ്റിൻ്റെ പുറത്തും എഴുതുക അല്ലേ. ഇനി എന്താ ചെയ്യുക? ബ്രാക്കറ്റിലുള്ളത് ആദ്യം കൂട്ടണം. 23 35 കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 20 30 കൂട്ടിയാൽ 50 ആണ്. 5 3 കൂട്ടിയാൽ 8 ആണ് അല്ലേ. അപ്പോൾ 58 എന്ന് കിട്ടും. 58 18 കുറക്കാനാണ്. 58 18 കുറച്ചാൽ എത്രയാണ്? 58 8 കുറച്ചാൽ 50 ആവും. 10 കുറച്ചാൽ 40 ആവും അല്ലേ. 58 18 കുറച്ചാൽ 40 നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ദിവസം നോക്കൂ. 65 + 98 എത്രയാണെന്നാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ഇക്വേഷനിലുള്ള രൂപത്തിലേക്ക് നമുക്കതിനെ മാറ്റി എഴുതിയാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ മാറ്റി എഴുതാം? 65 എന്നുള്ളത് അതുപോലെ എഴുതാം. 98ന് പകരം 100 - 2 എന്ന് എഴുതാലോ. 100ന്ന് 2 കുറച്ചാൽ 98 ആണ് നമുക്കറിയാമല്ലേ. അപ്പോൾ 98ന് പകരം നമ്മൾ 100 - 2 എന്ന് എഴുതി. ഇനി നോക്കുക, ഇക്വേഷനിലെ അവസാന ഭാഗത്തിൻ്റെ അതേ ഒരു രൂപത്തിൽ ഇപ്പോൾ അതായിട്ടില്ലേ. അപ്പോൾ നമ്മളത് തിരിച്ച് മറ്റേ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അതായത് 65 + 100 എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതുക, -2 എന്നുള്ളത് പുറത്ത് എഴുതുക. ഇനി 65 100 കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 165 കിട്ടും അല്ലേ. 165ന്ന് 2 കുറക്കാൻ ഈസി അല്ലേ. 165ന്ന് 2 കുറച്ചാൽ എത്രയാണ്? 163 എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 101ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതെന്താണ്? ട്രൈ ടു ഡു ദീസ് പ്രോബ്ലംസ് ഇൻ ഹെഡ്. ഇതും മനക്കണക്കായിട്ട് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 135 - 73 + 23 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇതെങ്ങനെയാണ് ചെയ്യുക? ഇതിപ്പോൾ x - y + z എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്താണ്? ഇതിപ്പോൾ എന്താണ്? x-ന്ന് y കുറക്കുക, എന്നിട്ട് അതിലേക്ക് z കൂട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? y-ന്ന് ആദ്യം ആ z-നെ അങ്ങ് കുറക്കുക, എന്നിട്ട് x-ന്ന് അതും കുറക്കുക അല്ലേ. ആ ഒരു രൂപത്തിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ മാറ്റി എഴുതാം? 135 പിന്നെ ബ്രാക്കറ്റിൽ 73 - 23 എന്ന് എഴുതുക അല്ലേ. ഇനി എന്താ ചെയ്യുക? 73ന്ന് 23 കുറക്കുക, എന്നിട്ട് അത്
135 കുറച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് 135 73 കുറച്ച് 23 കൂട്ടുന്നതിലേറെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 73 23 ആദ്യം കുറക്കുക, എന്നിട്ട് അത് 135 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ് 73 23 കുറക്കുമ്പോൾ 50 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ 135 50 കുറക്കുക. 135 50 കുറച്ചാൽ എത്രയാണ്? 100 50 കുറച്ചാൽ 50 ആണ്. ഈ 35 കൂടിയും കൂട്ടിയാൽ 85. അപ്പോൾ 135 50 കുറക്കുക എന്ന് പറഞ്ഞാൽ 85 നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 38 മൈനസ് 8 1/2 പ്ലസ് 1/2 അല്ലേ. അപ്പോൾ ഇത് ഏത് രൂപത്തിലാണ്? എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞ ഒരു രൂപത്തിലാണ്. ഇതിന് നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടി എക്സ് മൈനസ് വൈ മൈനസ് സെഡ് എന്ന് പറഞ്ഞ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ ഇപ്പോൾ 38 എന്ന് പറയുന്നത് എക്സും 8 1/2 എന്ന് പറഞ്ഞത് വൈയും 1/2 എന്ന് പറഞ്ഞത് സെഡും ആണ് അല്ലേ. ആ ഒരു രൂപത്തിലല്ലേ ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ 38 മൈനസ് 8 1/2 മൈനസ് 1/2 എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഉള്ളത് ചെയ്യണം. അതായത് 8 1/2 മൈനസ് 1/2 8 1/2 കുറക്കുക. 8 1/2 കുറക്കുമ്പോൾ എത്രയാണ്? 8 എന്ന് കിട്ടൂലേ. അപ്പോൾ 38 മൈനസ് 8 എന്ന് കിട്ടിയില്ലേ. 38 8 കുറച്ചാൽ എത്രയാണ്? 30 എന്നും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 19 മൈനസ് 6.5 പ്ലസ് 2.5 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതും എങ്ങനെയാണ്? എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ മാറ്റി എഴുതാം? എക്സ് മൈനസ് വൈ മൈനസ് സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇതെങ്ങനെ എഴുതുക? 19 മൈനസ് പിന്നെ ബ്രാക്കറ്റിൽ 6.5 മൈനസ് 2.5 എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. അതായത് 6.5 2.5 ആദ്യം കുറക്കുക. അപ്പോൾ എത്ര കിട്ടുക? 4 എന്ന് കിട്ടും അല്ലേ. ഇനി 19 4 കുറക്കുക. 19 4 കുറക്കുമ്പോൾ 15 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 135 മൈനസ് 35 മൈനസ് 18 എന്നാണ് അല്ലേ. അപ്പോൾ ഇത് ആ ഇക്വേഷൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള ഒരു രൂപത്തിലാണ്. എക്സ് മൈനസ് വൈ മൈനസ് സെഡ് എന്ന് പറഞ്ഞ ഒരു രൂപത്തിലാണ്. അപ്പോൾ അതിനെ നമുക്ക് ആ ഇക്വേഷൻ്റെ ആദ്യ ഭാഗത്തിലുള്ള ആ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതുക? 135 മൈനസ് 35 പ്ലസ് 18 എന്ന് എഴുതുക അല്ലേ. 135 35 മൈനസ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് 18 ആഡ് ചെയ്യുക. അപ്പോൾ 135 35 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 100 എന്ന് കിട്ടും. 100ക്ക് 18 ആഡ് ചെയ്താലോ 118 നമുക്ക് ആൻസർ എഴുതാൻ പറ്റൂ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 240 മൈനസ് 40 മൈനസ് 13 എന്നാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ്? ആ ഇക്വേഷൻ്റെ ലാസ്റ്റ് ഭാഗത്തിലുള്ള ആ ഒരു രൂപത്തിലാണ്. അതായത് എക്സ് മൈനസ് വൈ മൈനസ് സെഡ് എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആദ്യ ഭാഗത്തിലുള്ള ആ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അതായത് എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ ഇപ്പോൾ എക്സ് എന്താണ്? 240 ആണ്, വൈ 40 ആണ്, സെഡ് പിന്നെ 13 ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ മാറ്റി എഴുതാം? 240 മൈനസ് 40 പ്ലസ് 13 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം അല്ലേ. 240 40 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 200 എന്ന് കിട്ടും. അതിക്ക് 13 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 213 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 102ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഇതും എന്ത് തന്നെയാണ്? മനക്കണക്കായിട്ട് ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 103 ഇൻറ്റു 15 എന്നാണ് അല്ലേ. 103 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 100 പ്ലസ് 3 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ 100 പ്ലസ് 3 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലായി? എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞത് 100ഉം വൈ എന്ന് പറഞ്ഞത് 3ഉം സെഡ് എന്ന് പറഞ്ഞത് 15ഉം ആണ് അല്ലേ. ഇനി നമുക്ക് അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ അതുള്ളത്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ. എക്സ് 100 ആണ്, സെഡ് 15 ആണ്. അപ്പോൾ എക്സ് സെഡ് എന്ന് എങ്ങനെ എഴുതാം? 100 ഇൻറ്റു 15 എന്ന് എഴുതാം. അതുപോലെ വൈ എന്ന് പറഞ്ഞത് 3 ആണ്, സെഡ് 15 ആണ്. അപ്പോൾ വൈ സെഡ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 15 എന്ന് എഴുതാം. അപ്പോൾ ആ 100 പ്ലസ് 3 ഇൻറ്റു 15 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? 100 ഇൻറ്റു 15 പ്ലസ് 3 ഇൻറ്റു 15 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി 100 ഇൻറ്റു 15 എത്രയാണ്? ഏതൊരു സംഖ്യനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ എഴുതിയിട്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 15 എഴുതിയിട്ട് 2 0, അതായത് 1500 എന്ന് എഴുതാൻ പറ്റും. ഇനി 3 ഇൻറ്റു 15 എത്രയാണ്? അത് 45 ആണ്. അപ്പോൾ 1500ക്ക് 45 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1545 എന്ന് ആൻസർ എഴുതാൻ പറ്റും. ഇനി അടുത്ത ദിവസം നോക്കൂ. 98 ഇൻറ്റു 25 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 98 എന്നുള്ളതിനെ 100 മൈനസ് 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 98 അല്ലേ. 100 2 കുറച്ചാൽ അപ്പോൾ 98ന് പകരം നമുക്ക് 100 മൈനസ് 2 എന്ന് എഴുതാം. പിന്നെ ഗുണിക്കണം 25 ചെയ്താൽ മതി. അപ്പോൾ അതെന്താവും? എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് എന്നുള്ള ഒരു രൂപത്തിലാവും അല്ലേ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞത് എന്താണ്?
100 വൈ എന്ന് പറഞ്ഞത് 2 പിന്നെ സെഡ് എന്ന് പറഞ്ഞത് 25 അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് സെഡ് മൈനസ് വൈ സെഡ് എന്നാക്കിയിട്ട് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ അതേപോലെ ഈ നമ്പറിനെ എങ്ങനെ മാറ്റി എഴുതാം? 100 മൈനസ് 2 ഗുണിക്കണം 25 എന്നാണെങ്കിൽ 100 ഇൻറ്റു 25 മൈനസ് 2 ഇൻറ്റു 25 എന്ന് എഴുതാൻ പറ്റും. ഇനി 100നെ 25 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 2നെ 25 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുറക്കുക അല്ലേ? അപ്പോൾ 100നെ 25 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 25 ഇട്ടിട്ട് 2 0 എഴുതി കൊടുക്കുക, അതായത് 2500. 2 ഇൻറ്റു 25 പറഞ്ഞാൽ എത്രയാണ്? 50 അല്ലേ? അപ്പോൾ 2500 50 കുറക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2450 നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 63 ഇൻറ്റു 12 പ്ലസ് 37 ഇൻറ്റു 12 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എന്ന് പറഞ്ഞ രൂപത്തിൽ അല്ലേ? എക്സ് ഇൻറ്റു സെഡ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ മറ്റേ രൂപത്തേക്ക്, അതായത് ആ ഇക്വേഷൻ്റെ ആദ്യ ഭാഗത്തിലുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ ഏതാണ് എക്സും വൈയും സെഡും തന്നിട്ടുള്ളത്? അപ്പോൾ നോക്കൂ, ആ സെഡ് രണ്ടിലും ഒരേപോലുള്ളത് സെഡ് ആണ് അല്ലേ? അത് 12 പിന്നെയോ വൈ എന്ന് പറഞ്ഞത് ഏതായിരിക്കും? 37 എക്സ് എന്ന് പറഞ്ഞത് 63 ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്നുള്ള രൂപത്തേക്കാണ് മാറ്റി എഴുതേണ്ടത്. എക്സും വൈയും 63 37 അപ്പോൾ 63 പ്ലസ് 37 ഇൻറ്റു സെഡ് എന്താണ്? 12 അപ്പോൾ ഗുണിക്കണം 12 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. അതായത് 63 37 കൂടി കൂട്ടിയിട്ട് എഴുതുക. 63 37 കൂട്ടിയാൽ എത്രയാണ്? 100 അല്ലേ? 63 37 100 അല്ലേ? അപ്പോൾ 100 ഇൻറ്റു 12, 100നെ 12 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 12 എഴുതിയിട്ട് 2 0, അതായത് 1200 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 65 ഇൻറ്റു 11 മൈനസ് 55 ഇൻറ്റു 11 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ്? എക്സ് സെഡ് മൈനസ് വൈ സെഡ് എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലല്ലേ ഇപ്പോൾ ഉള്ളത്? അപ്പോൾ എക്സ് സെഡ് മൈനസ് വൈ സെഡിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതണം? എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് എന്നുള്ള ആ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഭാഗത്തുള്ള ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതണം അല്ലേ? എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞ ആ രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കൂ, ആദ്യം എക്സും വൈയും സെഡും എന്താണ് നമ്മൾ കണക്കാക്കണം. അപ്പോൾ നമുക്കറിയാം രണ്ടിലും ഒരേപോലുള്ളത് സെഡ് ആണല്ലേ? രണ്ടിലും എക്സ് സെഡ് വൈ സെഡ് രണ്ടിലും സെഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു നമ്പേഴ്സിൽ രണ്ടിലും ഒരേപോലുള്ളത് ഏതാണ്? 11 അല്ലേ? അപ്പോൾ സെഡ് 11 നമുക്ക് മനസ്സിലായി. പിന്നെ ഒന്നിൽ 65 ഒന്നിൽ 55 ആദ്യത്തേത് എക്സ് ആണ്, രണ്ടാമത്തേത് വൈ ആണെന്ന് കണക്കാക്കാം. അപ്പോൾ ആദ്യത്തിന് പിന്നെ 65 എന്നും വൈന് എക്സിന് 65 എന്നും വൈക്ക് 55 എന്നും കൊടുക്കുക. അപ്പോൾ എക്സും വൈയും സെഡും കിട്ടിയില്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് എഴുതുക? എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് എന്നുള്ള രൂപത്തേക്ക് മാറ്റി എഴുതണം അല്ലേ? അപ്പോൾ എക്സ് 65 വൈ 55 അപ്പോൾ 65 മൈനസ് 55 ഇൻറ്റു 11 എന്ന് എഴുതാം അല്ലേ? സെഡ് 11 അല്ലേ? അപ്പോൾ ഇൻറ്റു 11 എന്നും എഴുതാം. ഇനി എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ആ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. അതായത് 65 55 കുറക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 65 55 കുറക്കുമ്പോൾ 10 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 11 കണ്ടാൽ മതി. എങ്ങനെയാണ് 10 ഇൻറ്റു 11? 11നെ 10 കൊണ്ട് ഏതൊരു സംഖ്യനെയും 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യ എഴുതിയിട്ട് ഒരു 0 ഇട്ടാൽ മതി. അപ്പോൾ 11 എഴുതിയിട്ട് ഒരു 0. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 110 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 15 ഇൻറ്റു 3/4 പ്ലസ് 5 ഇൻറ്റു 3/4 ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം നോക്കൂ. ഇത് എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് അല്ലേ? അപ്പോൾ നമുക്കതിനെങ്ങനെ മാറ്റി എഴുതാം? നോക്കൂ, ഈ ഒരു ഇക്വേഷൻ്റെ അവസാന ഭാഗത്തിലില്ലേ എക്സ് സെഡ് പ്ലസ് വൈ സെഡ്, അതായത് എക്സ് ഇൻറ്റു സെഡ് വൈ ഇൻറ്റു സെഡ് അല്ലേ? എക്സ് ഇൻറ്റു സെഡ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ആ ഒരു രൂപത്തിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഈ വശത്തുള്ള ഫസ്റ്റ് പാർട്ട് ആ ഒരു രൂപത്തിലേക്കാണ് അതിനെ മാറ്റി എഴുതേണ്ടത്. അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റി എഴുതിയാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എക്സും വൈയും സെഡും എന്താണെന്നുള്ളത് സൈഡിലൊന്ന് എഴുതി കൊടുക്കാം. നമുക്ക് രണ്ടിലും ഒരേപോലെ വരുന്നത് ഏതാണ്? 3/4 ആണല്ലേ? അപ്പോൾ അതാണ് സെഡ്. സെഡ് എന്ന് പറഞ്ഞത് 3/4 പിന്നെ ഫസ്റ്റത്തേൽ വരുന്നത് എക്സ് എന്നും രണ്ടാമത്തേൽ വരുന്നതിന് വൈ എന്നും കൊടുക്കുക. അതായത് പിന്നെ എക്സ് സമം 15 എന്നും വൈ സമം 5 എന്നും എഴുതാൻ പറ്റൂലേ? ഇനി നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞ ഒരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതിക്കൂടെ? എക്സ് 15 വൈ 5 ആകുമ്പോൾ 15 പ്ലസ് 5 ഇൻറ്റു 3/4 കാണാം അല്ലേ? 15 പ്ലസ് 5 എത്രയാണ്? 20 ആണ്. 20 ഇൻറ്റു 3/4 ഇനി കാണേണ്ടത്. എങ്ങനെയാണ് 20 ഇൻറ്റു 3/4 കാണുക? 20നെ 4നും വെട്ടിച്ചെറുതാക്കാൻ പറ്റൂല. 20ൽ എത്ര 4 ഉണ്ട്? 5 4 ഇല്ലേ? അപ്പോൾ 20 വെട്ടി നമുക്ക് 5 എന്നാക്കാൻ പറ്റും. അപ്പോൾ 5 ഇൻറ്റു 3 എത്രയാണ്? 15 അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്താ കിട്ടിയത്? 15 എന്ന് കിട്ടും. ഈ ചാപ്റ്ററിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 5 1/2 ഇൻറ്റു 23 മൈനസ് 4 1/2 ഇൻറ്റു 23 ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ് സെഡ് മൈനസ് വൈ സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ് അല്ലേ? എക്സ് ഇൻറ്റു സെഡ് മൈനസ് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ ഇക്വേഷൻ്റെ ആദ്യ ഭാഗത്തിൽ, അതായത് എക്സ് മൈനസ് വൈ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതി നോക്കാം. ഇനി നോക്കൂ, ഇതിൽ ഏതാണ് എക്സും വൈയും സെഡും ഒക്കെ?
രണ്ടിലും ആവർത്തിച്ച് വരുന്നതാണ് Z എന്ന് പറഞ്ഞല്ലോ. 23 ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ Z 23. പിന്നെ മറ്റേത് രണ്ടുമാണ് എക്സും വൈയും. ഫസ്റ്റത്തെ കളിയിലുള്ളത് പിന്നെ എക്സും മറ്റേത് വൈയും കൊടുക്കാം. ഫസ്റ്റത്തത് ഏതാണ്? 5 1/2. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞത് 5 1/2 വൈ എന്ന് പറഞ്ഞതോ 4 1/2 ആണ്. Z 23. ഇനി നമുക്കതിനെ x - y × Z എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതുക? 5 1/2 - 4 1/2 × 23 അല്ലേ? ഇനി നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഉള്ളത് ചെയ്യണം. അതായത് 5ൽ നിന്ന് 4.5 കുറക്കുക. 5ൽ നിന്ന് 4.5 കുറച്ചാൽ എത്രയാണ് ബാക്കി വരുന്നത്? 1 അല്ലേ? അപ്പോൾ 1 × 23 എന്ന് കിട്ടും. 1 × 23 പറഞ്ഞാൽ 23 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. 5 1/2 എന്ന് പറഞ്ഞ മിശ്രഭിന്നത്തിനെ നമ്മൾ ആദ്യം വിഷമഭിന്നാക്കി മാറ്റണം. എന്നിട്ട് 23 കൊണ്ട് ഗുണിച്ച് പിന്നെ മറ്റേത് കണ്ട് അതിനെ പിന്നെ മൈനസ് ചെയ്യൊക്കെ വേണം അല്ലേ? പക്ഷെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലേ? അപ്പോൾ എല്ലാം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.